എവരിവൺ, വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അവീമിസ് ആണ്. മക്കളെ എല്ലാവരും 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ. അപ്പൊ പുതിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ കുറേയധികം തീരുമാനങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ എത്തിയിട്ടുണ്ടാവുക. കാരണം ഫുൾ മാർക്ക് വാങ്ങണം, നന്നായിട്ട് പെർഫോം ചെയ്യണം, എക്സാംസിനൊക്കെ കിട്ടുമായിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. അപ്പൊ നന്നായിട്ട് മാർക്ക് വാങ്ങണം അല്ലെങ്കിൽ പെർഫോം ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ പഠിക്കണം. അപ്പൊ പഠിക്കുന്ന രീതി പലരുടേതും പലതുപോലെയാണ് അല്ലെ. ചില മക്കള് കുറേ സമയങ്ങൾ 4-5 മണിക്കൂറുകളൊക്കെ ഒരു ദിവസം ഇരുന്ന് പഠിക്കും. ചിലരായിക്കോട്ടെ 1-2 മണിക്കൂറുകളേ പഠിക്കുള്ളൂ. അപ്പൊ നമ്മൾ എത്ര മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നു എന്നതിലല്ല, നമ്മൾ ആ സമയം, പഠിക്കുന്ന സമയം എഫക്റ്റീവായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം അല്ലെ. അപ്പൊ ഈ 1-2 മണിക്കൂർ പഠിക്കുന്നവര് എഫക്റ്റീവായിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ കുത്തിയിരുന്ന മണിക്കൂറോളം പഠിക്കുന്നവരെക്കാട്ടിലും കൂടുതൽ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവുക ഏതാണ്? ഈ നേരത്തെ പറഞ്ഞവർക്കായിരിക്കും. അപ്പോൾ ഈ എഫക്റ്റീവായിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് 1-2 പൊടിക്കൈകളുണ്ട്, ചില ട്രിക്സ് ഉണ്ട്. അതാണ് മിസ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് വെക്കുക. അപ്പോൾ ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ട്രിക്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതിൽ നമ്പർ 1 എന്ന് മിസ് പറയുന്നത് എപ്പോഴും നമ്മൾ പഠിക്കുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന എൻവയോൺമെന്റ് ആണ്. നമ്മൾ എവിടെ നിന്നാണോ പഠിക്കുന്നത് ആ ഒരു സ്ഥലത്തിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമുക്കിപ്പോൾ അറിയാം, നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ, ബസ് സ്റ്റാൻഡിൽ പോയാൽ, സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഇവിടെയൊക്കെ എന്താണ് നിറയധികം ഡിസ്ട്രാക്ഷൻസ് ആണ് അല്ലെ. ഒത്തിരി സൗണ്ടും ബഹളവും ഒക്കെയാണ്. അപ്പൊ ഇതുപോലെ ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഒരു എൻവയോൺമെന്റിൽ നമുക്കിരുന്ന് പഠിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് മനസ്സിലേക്ക് കയറോ? ഇല്ല അല്ലെ. അപ്പൊ എപ്പോഴും നമ്മൾ പഠിക്കുന്ന ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളതായിരിക്കണം. മാത്രമല്ല വൃത്തിയുള്ള ഒരു റൂം നമുക്ക് ഉണ്ടാവണം. സ്റ്റഡി റൂം ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ എവിടെ നിന്നാണോ പഠിക്കുന്നത് ആ സ്ഥലം എങ്ങനെയുള്ളതായിരിക്കണം? വൃത്തിയുള്ളതായിരിക്കണം. ഒത്തിരി ശബ്ദമോ ഡിസ്ട്രാക്ഷൻസോ ഇല്ലാത്തതായിരിക്കണം. അപ്പൊ ഫസ്റ്റ് വൺ സെറ്റായി. ഏതാണ്? നമ്മൾ പഠിക്കുന്ന സ്ഥലം അല്ലെ. പഠിക്കുന്ന സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ മിസ് പറഞ്ഞതുപോലെ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത വൃത്തിയുള്ള ഒരു സ്ഥലം നമ്മൾ എന്ത് ചെയ്യുക? ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഫസ്റ്റിലത്തെ കാര്യം ഓക്കെ. സെക്കൻഡ് വൺ ആണ് സ്പേസിംഗ് എഫക്റ്റ്. എന്താണ് സ്പേസിംഗ് എഫക്റ്റ്? സിമ്പിൾ ആയിട്ട് മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇതൊരു വലിയ ചാക്കരിയാണല്ലേ. ഈ ഒരു വലിയ ചാക്കരി പൊക്കിക്കൊണ്ട് പോയിട്ട് വേറൊരു സ്ഥലത്തേക്ക് വെക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് പൊക്കിക്കൊണ്ട് പോയി വെക്കാൻ പറ്റില്ല. അതിനുള്ള ശക്തി നമുക്ക് ഉണ്ടാവില്ല അല്ലെ. നമുക്ക് പൊക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് ഉണ്ട്. എന്നാൽ ഈ അരിച്ചാക്ക് മൊത്തം നമുക്ക് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കാം. എങ്ങനെയാണ്? നമുക്ക് പറ്റുന്ന വെയിറ്റ് അല്ലേ, നമുക്ക് എത്രയാണോ പൊക്കാൻ പറ്റുന്നത് ആ വെയിറ്റ് കുറേശ്ശെയായിട്ട് എടുത്ത് നമുക്ക് പയ്യെ എന്ത് ചെയ്ത് വെക്കാം? അപ്പുറത്തേക്ക് അല്ലെ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവെക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യം. അതായത് നമുക്ക് കുറേ പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാക്ക് പൊക്കാൻ ശ്രമിച്ചതുപോലെ നമ്മൾ ഒറ്റയടിക്ക് അതെല്ലാം കൂടെ പഠിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. നമുക്ക് പൊങ്ങില്ല അല്ലെ, നമുക്ക് താങ്ങില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ കുറേശ്ശെയായിട്ട് പ്രോപ്പർ ടൈം ഇന്റർവെൽ കൊടുത്ത് പഠിക്കുക. അതായത് നമ്മൾ ഒരു അരമണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ റെസ്റ്റ് എടുക്കുക. അപ്പൊ നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് എന്താവും? റിഫ്രഷ് ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത അരമണിക്കൂറോ 1 മണിക്കൂറോ പഠിക്കുക. ഇങ്ങനെ ടൈം ഗ്യാപ്പ് എടുത്ത് കൃത്യമായി ഇന്റർവെൽ എടുത്ത് റെസ്റ്റ് കൊടുത്ത് നമ്മൾ വേണം പഠിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ഈ അരിച്ചാക്ക് ഒറ്റയ്ക്ക് പൊക്കാൻ നോക്കിയതുപോലെ എല്ലാം കൂടെ ഒറ്റയടിക്ക് പഠിക്കാൻ നോക്കിയിട്ട് യാതൊരു കാര്യമില്ല, ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ ഒറ്റയടിക്ക് പഠിക്കാണ്ട് നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവെൽ എടുത്ത് കുറേശ്ശെയായിട്ട് പഠിക്കാൻ നോക്കുക. അതാണ് ഏറ്റവും എഫക്റ്റീവ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പേസിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ ഓക്കെ ആയി. എന്താണ് സ്പേസിംഗ് എഫക്റ്റ്? പിന്നെ ചില മക്കളെ ചോദിക്കാറുള്ളൊരു സംശയമാണ്, മിസ്സേ ഞങ്ങൾ രാവിലെ എണീറ്റാണോ പഠിക്കേണ്ടത്, രാത്രിയിലാണോ പഠിക്കേണ്ടത്, ഏതാണ് പഠിക്കാൻ ബെസ്റ്റ് ടൈം എന്നൊക്കെ മിസ്സിനോട് ചോദിച്ചാൽ മിസ് പറയാം എന്താണെന്നറിയോ? നിങ്ങളുടെ സൗകര്യം ഏതാണോ അതുപോലെ പഠിക്കുക. ചില മക്കൾക്ക് രാത്രി പഠിക്കാനായിട്ടായിരിക്കും ഇഷ്ടം, ചിലർക്ക് രാവിലെ എണീറ്റ് പഠിക്കാനായിട്ടായിരിക്കും ഇഷ്ടം. അപ്പൊ ഏതായാലും നിങ്ങൾ സ്ഥിരമായി വൈകുന്നേരം പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്നും വൈകുന്നേരം തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ പ്രിപ്പയർഡ് ആവും നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ ഇന്ന് ഞാൻ വൈകുന്നേരം പഠിച്ചു, നാളെ ഞാൻ വൈകുന്നേരം പഠിച്ചില്ല, അതിന്റെ പിറ്റേന്ന് ഞാൻ വെളുപ്പിനെ പഠിച്ചു, അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ വൈകുന്നേരമാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതാണ് നിങ്ങൾക്ക് സൗകര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ആ ഒരു സമയം കറക്റ്റായിട്ട് മാറ്റി ആ ഒരു ടൈമിലേക്ക് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? സെറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ എന്നും പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കുറച്ചും കൂടെ സൗകര്യമാണ്. ഇനി രാവിലെ പഠിക്കാനാണ് നിങ്ങൾക്ക് സൗകര്യം എന്നുണ്ടെങ്കിൽ എപ്പോഴും രാവിലെ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങളുടെ സൗകര്യം പോലെ വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെന്നുണ്ടെങ്കിലും കറക്റ്റ് ടൈം മാറ്റി വെച്ച് ആ സമയം പഠിക്കാൻ യൂട്ടിലൈസ് ചെയ്യുക. മാത്രമല്ല അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് 8 hours സ്ലീപ്. നമ്മൾ എത്ര ഉറക്കളിച്ച് കുത്തിയിരുന്ന് പഠിച്ചിട്ടും യാതൊരു കാര്യമില്ല. 8 മണിക്കൂർ നമ്മൾ ഉറങ്ങണം. ആ സമയം നമ്മൾ എന്ത് ചെയ്യുക? ഉറക്കത്തിന്റെ സമയത്ത് നമ്മൾ ഉറക്കം മാറ്റി വെച്ച് പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക. അപ്പൊ മൂന്നാമത്തെ കാര്യം സെറ്റായി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട 4ാമത്തെ കാര്യമാണ് ഷോർട്ട് നോട്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മനുഷ്യന്മാരാണല്ലേ, നമ്മൾ മറന്നു പോകും. എല്ലാവരും മറക്കും. ഞാനായാലും നിങ്ങളായാലും എല്ലാവരും മറക്കും.
അത് മറക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ചില ടെക്നിക്ക് യൂസ് ചെയ്യാം അല്ലേ. നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണോ അതിനെ പറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിങ്സോ അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുന്ന ക്ലൂസോ ഒക്കെ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ടുകളായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആകാനായിട്ട് കളർ പെൻസിൽസോ കളർ പെൻസോ ഒക്കെ യൂസ് ചെയ്തിട്ട് ബോക്സ് ഒക്കെ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നീട് നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഷോർട്ട് നോട്ട് എടുത്ത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഈസിലി നമ്മൾ പഠിച്ച ആ ടോപ്പിക്സ് റീകോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ലാസ്റ്റ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ. നമ്മൾ റോബോട്ട്സ് ഒന്നും അല്ലല്ലോ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറക്കും. അപ്പോൾ നമ്മൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ശനി ഞായർ വീക്കെൻഡ്സിൽ നമ്മൾ റിവൈസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മറന്നു പോകും അല്ലേ. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ ഷോർട്ട് നോട്ടുകൾ നമ്മൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് ഈ ഒരു മെത്തേഡിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കും. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് മാത്രമല്ല, എല്ലാ സബ്ജക്ട്സും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് അന്നന്ന് തരുന്ന കാര്യങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ എക്സാമിന്റെ സമയത്ത് എല്ലാം കൂടെ കൂട്ടം കൂടിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡറിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ ടെക്നിക്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫോളോ ചെയ്യുക. ആൻഡ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.